കാസർഗോഡ് ഇടുക്കി ജില്ലാ കോടതികൾക്ക് ബോംബ് ഭീഷണി, കോടതി നടപടികൾ മുടങ്ങി. മലപ്പുറം മഞ്ചേരി കോടതിയിലും ബോംബ് ഭീഷണി സന്ദേശമെത്തി. പോലീസ് പരിശോധന നടത്തുകയാണ്. രാഹുൽ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ഇടുക്കിയിൽ നിന്ന് സമീർ ബിൻ കരീം, അരുൺ പാറക്കൽ എന്നിവർ ചേരുന്നു. ആദ്യം രാഹുൽ വിജയനാണ്. രാഹുൽ, ഇടുക്കി കോടതിയിലെ പരിശോധന എങ്ങനെയാണ്? അത് സീരിയസ് ആയ ഗുരുതരമായ ഒരു സന്ദേശമാണ് എന്ന് തന്നെ കരുതുന്നുണ്ടോ രാഹുൽ? ഹാഷ്മി, തീർച്ചയായിട്ടും മുഹമ്മദ് അസ്ലം വിക്രം തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിൽ ആണ് ഈ മെയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജില്ലാ ജഡ്ജിക്കാണ് ഈ രാവിലെ 3:15 കൂടി മെയിൽ എത്തുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത്. കോടതി നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇടുക്കി ജില്ലാ കോടതി തൊടുപുഴ മുട്ടത്താണ്. അവിടെയാണ് ഇപ്പോൾ ഈ ബോംബ് ഭീഷണി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പരിശോധനയുണ്ട്, കാര്യമായി തന്നെയുള്ള പരിശോധനയുണ്ട്. പക്ഷേ അതൊരു സന്ദേശം തെറ്റായ സന്ദേശമായിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നതെങ്കിൽ കൂടിയും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പൂർണ്ണതോതിലുള്ള പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ അവിടെ നടത്തുന്നത്. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ കോടതി നടപടികൾ ആരംഭിച്ചിട്ടില്ല. എല്ലാം വക്കീലന്മാരുൾപ്പെടെ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. അതിനുശേഷമാണ് ഈ പരിശോധന ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, രാഹുൽ വിജയൻ ഇടുക്കിയിലെ വിവരങ്ങൾ നൽകി. സമീർ ബിൻ കരീം. സമീർ, എന്താണ് മുഹമ്മദ് അസ്ലം, എന്താണ് രാഹുൽ എന്തോ 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 ദേശ്പാണ്ഡെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേരാണ് എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു വശപ്പശക പേരാണല്ലോ സമീർ. അതെന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഒറിജിനലാണോ വ്യാജമാണോ? അന്വേഷണം എങ്ങനെയാണ് സമീർ? ഹാഷ്മി, ഇത് അയച്ചിരിക്കുന്നത് മുഹമ്മദ് അസ്ലം വിക്രം തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ TLO എന്നുള്ള പേരിലാണ് കോടതിയുടെ ഔദ്യോഗിക മെയിലിലേക്ക് ഈ സന്ദേശം എത്തിയിരിക്കുന്നത്. രാവിലെ കോടതി നടപടികൾ ആരംഭിച്ച് പരിശോധന തുടങ്ങുന്ന സമയത്താണ് ഈ മെയിലിൽ ഇക്കാര്യം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ കോടതിയിൽ നിന്നും വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും എല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്തെത്തി കോടതി പരിസരത്തെത്തി പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉച്ചയ്ക്ക് 1 മണി സമയത്ത് ഈ ബോംബ് പൊട്ടുമെന്നുള്ളതാണ് ഇതിൽ ഈ മെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്നുള്ളതാണ്. ഈ മറ്റു ജില്ലകളിലെ കോടതിക്കും എത്തിയിരിക്കുന്ന സമാനമായ മെയിലിൽ തന്നെയാണ് മഞ്ചേരി കോടതിയിലേക്കും ഇത്തരമൊരു നിർദ്ദേശം വന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട കോടതിയുടെ പരിസരങ്ങളിലൊക്കെ തന്നെ ഈ ഡോഗ് സ്ക്വാഡ് നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സംശയാസ്പദമായ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇതൊരു വ്യാജ ഭീഷണിയാണോ എന്താണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതാണ്ട് ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ ഈ പോലീസും ഡോഗ് സ്ക്വാഡും എല്ലാം തന്നെ സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉച്ചയ്ക്ക് 1 മണി സമയത്ത് ഈ ഒരു കാര്യം ഈ ബോംബ് പൊട്ടിത്തെറിക്കും, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മഞ്ചേരി പോലീസും എല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും വളരെ വിശദമായ പരിശോധന ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, എന്തൊക്കെയാണ് പരിശോധന ഇപ്പോൾ നടക്കുന്നത്? പരിശോധന ഈ കോടതിയും പരിസരമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കാരണം കോടതി കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലും ബോംബ് വെച്ചിട്ടുള്ളതാണ് മെയിലിൽ പറയുന്നത്. അതിനെപ്പറ്റിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണ് ഈ കത്തിൽ പറയുന്നത്? കത്തിൽ ബോംബ് പൊട്ടിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദമായ പരിശോധന മെയിലിനെ കുറിച്ചും ആധികാരികമായിട്ട് പരിശോധന നടത്തുന്നുണ്ട്. ആരുടെ പേരിലാണ് മെയിൽ വന്നിരിക്കുന്നത്? കൂടുതൽ അന്വേഷണം പറയാം. ഓക്കെ, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുകയാണ്. മറ്റു സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്ന് പോലീസ് വിശദീകരിക്കുകയാണ്. ഹാഷ്മി. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തെ വിവരങ്ങൾ നൽകിയത്. അരുൺ പാറക്കൽ കുറിച്ചിരുന്നു. അരുൺ, കാസർഗോഡും കോടതി നടപടികൾ ഇത്ര മണിക്കൂറുകൾ മുടങ്ങുക എന്ന് പറയുന്നത് സങ്കടകരമാണ്. അതും ഏതൊരു മെയിലിൻ്റെ പേരിൽ. പക്ഷേ ആ മെയിൽ വ്യാജമാണോ എന്ന് കരുതി അന്വേഷിക്കാതിരിക്കാനും കഴിയില്ല. അപ്പോൾ കാസർഗോഡെ പരിശോധന എങ്ങനെയാണ്? ആരാണ് ഈ മെയിൽ അയച്ചത് എന്നതിനെപ്പറ്റി കൂടി അന്വേഷണം കൂടി സമാന്തരമായി നടക്കുന്നുണ്ടോ അരുൺ? ഹാഷ്മി, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അഭിഭാഷകരെ ചിലരെയൊക്കെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പോലീസ് കർശനമായ പരിശോധനയാണ് നടത്തുന്നത്. ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് ഈ ഒരു ബോംബ് ഇവിടെ പൊട്ടുമെന്ന് അറിയിച്ചിരിക്കുന്നത്. 10:40 പോലീസിനെ വിവരമറിയിക്കുന്നത്. കോടതിയിലേക്കാണ് ഈ മെയിൽ വന്നതെന്നാണ് പറയുന്നത്. 10:40 പോലീസിനെ വിവരമറിയിക്കുന്നുണ്ട്. 3 RDX IEDകൾ കോടതി കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥാപിച്ചു എന്നാണ് ഈ മെയിലിൽ പറയുന്നത്. അത് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷന്റെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. 1:15 കൂടി ഈ ബോംബ് പൊട്ടുമെന്നൊക്കെ ആയിരുന്നു ഈ അറിയിപ്പിലുണ്ടായത്. പക്ഷേ ഈ സന്ദേശം വ്യാജമാണെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇപ്പോൾ അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ്, അരമണിക്കൂർ വിശദമായി പോലീസ് പരിശോധിച്ചു. ബോംബ് സ്ക്വാഡ് ഉണ്ടായിരുന്നു, പോലീസ് ഓഫീസർമാരുടെ ബോംബ് ഡിറ്റക്ടറിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. വിശദമായി പരിശോധിച്ച ശേഷം ഒന്നും ഇല്ലാന്ന് ബോധ്യപ്പെട്ട ശേഷം
ആദ്യം ജുഡീഷ്യൽ ഓഫീസർമാരകത്ത് കയറ്റി, പിന്നീട് കോടതി സ്റ്റാഫിനകത്ത് കയറ്റി, പിന്നെ അഭിഭാഷകരെയും കയറ്റാൻ, പൊതുജനങ്ങളെ കയറ്റാൻ തുടങ്ങിയില്ല. പൊതുജനങ്ങളെ കോമ്പൗണ്ട് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇത് കോടതി നടപടികൾ പുനരാരംഭിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 1:15 അതിന് സമയം പറഞ്ഞത്. തീർച്ചയായും ആ സമയത്തിനകത്ത് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. കാരണം ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യമൊന്നുമില്ല. ഇവിടെ ഒരു ബോംബ് സ്ഫോടനം നടത്തേണ്ട പ്രത്യേകിച്ച് അങ്ങനെ ഒരു കേസുകളൊന്നും ഈ കോടതികളിലില്ല. അല്ലാതെ കാസർഗോട്ടുകാരെ കേസ് എവിടെ മിക്ക കേസുകളിലും ബോംബ് സ്ഫോടനം നടത്തേണ്ട പ്രത്യേക കേസ് സംഭവങ്ങൾ സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടാവും? ഇല്ല വക്കീൽ, അങ്ങനെ ഉണ്ടാവില്ല. എന്തായാലും ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. എന്തോ ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് കോടതികളിൽ വ്യാപകമായി 3 പ്രധാനപ്പെട്ട കോടതികളിൽ വെച്ചിട്ടുണ്ട്. 1 മണിക്ക് എന്തോ പൊട്ടും എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അതിൽ എന്തോ മുഹമ്മദ് അസ്ലം വിക്രം തമിഴ് ലിബറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെയിലാണ്. വ്യാജമാവാനേ തരമുള്ളൂ. അപ്പോൾ അത് പക്ഷേ വ്യാജമാണ് എന്ന് കരുതി അത് പരിശോധിക്കാതിരിക്കാൻ കഴിയില്ല. വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. വക്കീലന്മാരും ജഡ്ജിമാരൊക്കെ കോടതിക്ക് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.